ഹലോ ഗായ്സ്, മൈക്കോണല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ? തണുപ്പത്ത് വന്നില്ല. പോട്ടെ, സാരമില്ല. ഗായ്സ്, നമ്മൾ ദേവസരം സൂര്യനെല്ലിയോ പൂപ്പാറ ഇവിടെ 5 വരെ പോകും എന്ത് ടെമ്പറേച്ചർ. ഓ ഓക്കെ. ഇന്നത്തെ പ്രഭാത കോഫി നമ്മൾ മൂന്നാറിന്റെ പരിസര പ്രദേശത്ത് എവിടെയോ നിന്ന് കുടിക്കുകയാണ്. എല്ലാവർക്കും തണുക്കുന്നുണ്ട്, എനിക്കും തണുക്കുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും പുറത്ത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് മധുരയ്ക്ക് പോവാണ് സുഹൃത്തുക്കളെ. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ആലുവ. എറണാകുളം ആലുവയിൽ നിന്ന് യാത്ര തുടങ്ങി മധുരയ്ക്ക് പോവാണ്. ഇതാണ് നമ്മുടെ വണ്ടി. എടാ, ഇത് ഏത് മോഡല്, ഏത് വർഷം? ഓക്കെ, 2024 മോഡൽ സ്വിഫ്റ്റിലാണ് നമ്മൾ മധുരയ്ക്ക് പോകുന്നത് ഗൈസ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്നലെ അർദ്ധരാത്രി യാത്ര തുടങ്ങി. ഇതിപ്പോൾ സമയം വെളുപ്പിനെ 6:30. വന്ന വഴിക്ക് നല്ല തേയിലത്തോട്ടം ഉണ്ടായിരുന്നു ഗൈസ്. കേരളത്തിലാണ് വസിക്കുന്നെങ്കിൽ ഞാൻ ഇതുവരെ തേയിലത്തോട്ടം കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. മൂന്നാർ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ടെന്ന് എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. ഇല്ല, അവിടെങ്ങും ഞാൻ പോയിട്ടില്ല. ഇല്ല, ഇവിടെങ്ങും ഞാൻ പോയിട്ടില്ല. അപ്പോ നമ്മൾ തേയിലത്തോട്ടം കണ്ടിട്ടില്ല. ഞാനും പറഞ്ഞയും തേയിലത്തോട്ടം കണ്ടിട്ടില്ല ഗൈസ്. വന്ന വഴിക്ക് തേയിലത്തോട്ടം ഉണ്ടായിരുന്നു. ഇല്ല, വെളുപ്പിനെ 4-5 മണിക്കാണ് നമ്മൾ ഈ തേയിലത്തോട്ടം പാസ് ചെയ്ത് പോയത്. അപ്പോൾ നല്ല ഇരുട്ടായത് കാരണം തേയിലത്തോട്ടം കണ്ടില്ല. സോ നമ്മൾ കുറച്ചപ്പുറത്ത് മാറി വണ്ടി ഇട്ട് 2 മണിക്കൂർ ഉറങ്ങി. സൺറൈസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ തേയിലത്തോട്ടം കാണാൻ വേണ്ടി കുറച്ച് കിലോമീറ്റർ തിരിച്ചു വന്നിട്ടുണ്ട്. തേയിലത്തോട്ടം കാണിച്ചു തരാം കാണാത്തവർക്ക് വേണ്ടി. എന്നെ പോലെ തേയിലത്തോട്ടം കാണാത്തവർക്ക് വേണ്ടി ഞാൻ തേയിലത്തോട്ടം കാണിച്ചു തരാം. നീ തേയില വാങ്ങുന്നുണ്ട്? തേയില പറിക്കണോ? പുറത്തിറങ്ങിയിട്ട് തേയിലത്തോട്ടം കാണിച്ചു തരാം ഗൈസ്. സൂര്യൻ വരുന്നുണ്ട് അങ്ങോട്ട്, പ്രകാശം പരക്കുന്നു. അതെന്താ അശരീരി വരുന്നേ? ഇതൊന്നും എന്റെ വ്ളോഗിൽ ഇടാൻ പറ്റില്ല. ചിലപ്പോ വരും കേട്ടോ. ആണോ? അപ്പൊ എന്തായാലും വരും. ഇതാണ് തേയിലത്തോട്ടം. കാണാത്തവർ കണ്ടോ. ഇത്രേ ഉള്ളൂ തേയിലത്തോട്ടം. സൂര്യൻ വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എസ്തെറ്റിക് എൻട്രി സൂര്യന്റെ. കൊള്ളാം. തേയിലത്തോട്ടം ഇത്രേ ഉള്ളൂ. ചെറുതായിട്ട് ഇങ്ങനെ, വലുതാണെങ്കിൽ വേറെന്തോ ഉണ്ടെന്ന് അച്ചൂട്ടൻ പറയുന്നത്. ഓക്കെ, പറഞ്ഞ നടുക്കോട്ട് നിന്ന് തേയില പറിക്കാൻ ആൾക്കാർ നിൽക്കുന്ന പോലെ. എവിടെ നല്ല ഫോട്ടോ കാണിച്ചേ? നല്ല ഫോട്ടോ ഇല്ലാന്നൊക്കെ. എന്റെ ക്യാമറ സീൻ തന്നെ. ഇല്ല, വീഡിയോ വരുന്നുണ്ട്. വീഡിയോന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ. ഇവിടെ എന്തൊക്കെയോ ഒരു ഭംഗിയുണ്ടല്ലേ. തേയിലത്തോട്ടത്തിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഡോപ്പാമിൻ റഷ് എനിക്ക് കിട്ടിയില്ല. ഒരു ആവറേജ് എക്സ്പീരിയൻസ്. അത് ഇതെല്ലാം പറിച്ച തേയിലയാണ്. അച്ചൂട്ടൻ തേയില പറയിൽ എക്സ്പെർട്ടാണ്. ഇനി തേയിലത്തോട്ടത്തിന്റെ നടുക്ക് നിന്നുള്ള എക്സ്പീരിയൻസ് പറഞ്ഞേ. ആദ്യമായിട്ട് തേയിലത്തോട്ടത്തിന്റെ നടുക്ക് നിന്നിട്ട് എന്താ പറയാനുള്ളത്? നല്ല രസമുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഫോട്ടോ എടുത്ത് സന്തോഷിപ്പിക്കി. എന്നെ കൊണ്ട് അതൊന്നും കഴിയില്ല. നിങ്ങൾ എന്താന്ന് ചായ്ക്കോ. തേയിലത്തോട്ടം വലിയ ഫണ്ണില്ലെങ്കിലും സൂര്യൻ നല്ല ഫണ്ണുണ്ട്. പറഞ്ഞ ഇൻസ്റ്റയിൽ പൂക്കി പെമ്പിള്ളാരെ തലയിട്ടാട്ട് കണ്ടിട്ടില്ലേ? അതുപോലെ തലയിട്ടാട്ടിക്ക് വിത്ത് സൂര്യൻ ബാക്ക്ഗ്രൗണ്ട്. പറഞ്ഞ സീൻ തന്നെ. ഓ, നീ എവിടെയും നിൽക്ക്. യെസ് ഗൈസ്, കിട്ടി ഗൈസ്. നമുക്ക് ക്ലൗഡ് ബെഡ് കിട്ടി. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ കേദാർനാഥ് ബ്ലോഗിൽ പറഞ്ഞ പോലെ കണ്ണുകൊണ്ട് കാണുന്ന ആ ബ്യൂട്ടി എനിക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റുന്നില്ല. അതെൻ്റെ ഒരു കഴിവുകേടായിട്ട് ഞാൻ അങ്ങ് അംഗീകരിക്കുന്നു. എന്തായാലും പറ്റുന്നില്ല, അത്ര തന്നെ. നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ഒന്നുകൂടെ കണ്ടോ. അത്രേ ഉള്ളൂ. ആ സൈഡ് നല്ല രസമുണ്ട്. ഗൈസ്, അച്ചൂട്ടന് തണുപ്പ് പറ്റുന്നില്ലെന്ന് തോന്നുന്നു. രാവിലെ തന്നെ വാള് വരുന്നുണ്ട്. എനിക്ക് ചുരം ഇറങ്ങിയത് പറ്റുന്നില്ലെന്ന് തോന്നുന്നു. നല്ല നീണ്ട് വാള് വരുന്നുണ്ട്. വാളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാനിവിടെ കിടന്ന് ഉറക്കമായിരുന്നു. ഞാൻ അറിഞ്ഞില്ല അച്ചൂട്ടൻ വാള് വെക്കാൻ പോയെ. പെട്ടെന്ന് ഞെട്ടി ഉണർന്നതാ. വാളിന്റെ ഒച്ച കേട്ട് ഞെട്ടി ഉണർന്ന് ഞാൻ തോന്നുന്നു. വിശന്നിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഹോട്ടലിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. ഭയങ്കര തിരക്ക്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനും സ്ഥലമില്ല, ഇവിടെ വന്ന് ഇരിക്കാനും സ്ഥലമില്ല. നമ്മളൊരു 10-15 മിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്ത് ടേബിളിൽ ക്യൂ നിന്ന് ടേബിൾ കിട്ടിയിട്ടുണ്ട്. ഇത്ര തിരക്ക് വരാൻ ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് വിലയിരുത്താം. മെനു വരട്ടെ. മെനു ഉണ്ടോ? ആ, മെനു ഭിത്തിയിലുണ്ട്. ഓക്കെ, മെനു ഭിത്തിയിലുണ്ട്. അവിടെ മെനു ഉണ്ട്. അവിടെ ഉണ്ട്. എനിക്ക് വ്യൂ ഇല്ല. അച്ചൂട്ടൻ മെനു നോക്കി നമുക്ക് പറഞ്ഞു തരും. വേണ്ട. ദോശ അത് കൊള്ളാം. എനിക്ക് ഗീ റോസ്റ്റും ഒരു കോഫി. നമുക്ക് ഗീ റോസ്റ്റും കോഫിയും തിന്നാം. ഇവിടെ പ്ലേറ്റ് ഇല്ല. തമിഴ്നാട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇലയിലാണ് നമുക്ക് ഫുഡ് തരുന്നത്. നമുക്ക് ചേട്ടൻ കേസരി കൊണ്ട് തന്നു. എല്ലാവർക്കും കേസരി കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മളിത് ചോദിച്ചില്ല.
ചോദിക്കാതെ തന്നെ തന്നെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. കൊള്ളാം, നല്ല സാധനം. ഷിജിൻ മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. മസാല ദോശ ചെറുതാന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. വർണ്ണ സാധാ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെന്താ? ചമ്മന്തിപ്പൊടിയാ, ഭയങ്കര ഉപ്പുള്ള ചമ്മന്തിപ്പൊടി. ഉപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എണ്ണ വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ദോശ എങ്ങനെ കഴിക്കണ്ടേ? തമിഴ്നാട്ടിലെ ദോശ കഴിക്കാനായിട്ട് പൊടി പോലത്തെ സാധനം വെച്ചിട്ടുണ്ട്. ഇതാണ് ആ പൊടി. എന്ത് ചമ്മന്തി പൊടിയാ? എന്ത് പൊടിയാന്നറിയില്ല, ഭയങ്കര ഉപ്പുള്ള പൊടിയാ. എന്നിട്ട് ഇതിന്റെ അകത്ത് ഇങ്ങനെ കോരി ഇട്ടിട്ട് ഇതിനകത്ത് എണ്ണ കഴിക്കണ്ടേ? ഇവിടെ കുറെ എണ്ണ വെച്ചത്. ചക്കിലാട്ടിയ കടുകെണ്ണയാണോ? ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാ. അവള് പറയുന്നത് കപ്പലണ്ടി എണ്ണയാണോ? അല്ലല്ല, നല്ലെണ്ണയാ. അതിന് നല്ല എണ്ണയാ അത്. അതെ, നല്ല എണ്ണയാണ്. അല്ലേ? ഇവിടെ തെങ്ങ് കൂടുതലാ. ഇത് എന്ത് എണ്ണയാ? ഇത് കടുകെണ്ണ. അതിട്ട് ഇങ്ങനെ മയണൈസ് അടിക്കുന്ന പോലെ കുഴച്ചടിച്ചിട്ട് ചമ്മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ ഗൈസ്, നമ്മുടെ ഗീ റോസ്റ്റ് വന്നു. അയ്യോ അയ്യോ, നെയ് റോസ്റ്റ് പൊടിഞ്ഞു പോയി ഗൈസ്. മൈക്കിൽ എണ്ണയായല്ലോ. നല്ല എണ്ണയുണ്ട്, കുഴപ്പമില്ല. ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റ്. ക്രിസ്പിനെസ് കുറച്ച് കൂടിപ്പോയി, ഇതാ പൊടിഞ്ഞു പോയി. ഈ തുള നാട്ടിൽ കിട്ടില്ല. ഈ തുള തമിഴ്നാട്ടിൽ മാത്രമേ കിട്ടൂ. വലിയ തുളയാ? കറക്റ്റ് തുളയാ? നല്ല വടയാ, പുരാതനമായ വടകൾ. പുരാതന വടയാ. ഷിജിന് വട ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. ഷിജിന് വട എന്നും ഒരു വീക്ക്നെസ് ആണ് പണ്ട് തൊട്ടെ. അതൊന്നും പറയാൻ പാടില്ല. അത് പറയാൻ പാടില്ല. ഓക്കെ, വട വീക്ക്നെസ് അല്ല. പപ്പടം പൊടിയുന്ന പോലെ പൊടിയുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഉണ്ടാവും. നല്ല ഉള്ളല്ലേ? ഓക്കെ, ഇത് ചോറ് പോലെ ആയല്ലോ. ആദ്യം അത്രയും പൊടിഞ്ഞാൽ ഞാൻ തിന്നട്ടെ. അങ്ങനെ 300-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നമ്മൾ മധുര എത്തിയിട്ടുണ്ട്. മധുര എത്തിയിട്ടുള്ള സംഭവവികാസങ്ങൾ. ഇവിടെ ഭയങ്കര ചൂട്. രാവിലെ കൊടും തണുപ്പായിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കര ചൂട്. കരിഞ്ഞുണങ്ങുന്നുണ്ട്. അതിൻ്റെ കൂടെ ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റൂമെത്തും. സോ അതിന് മുന്നേ നമ്മളിവിടെ ലോക്കൽ സെറ്റപ്പിൽ ഒന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ കരേക്കുടി മെസ്സ് സെറ്റ് ഫുഡ് സ്പോട്ടാണെന്ന് അറിയാൻ കഴിഞ്ഞു. ആൻഡ് നമ്മളിവിടുന്ന് പീജിയൻ റോസ്റ്റ്, ആട്ടുകാൽ സൂപ്പ്, മട്ടൻ ബിരിയാണി, മട്ടൻ നല്ലി ബിരിയാണി. മട്ടൻ നല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജ്ജ, ബോൺമാരോ ബിരിയാണി, പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇത്ര സാധനം പറഞ്ഞിട്ടുണ്ട്. ഇത് വരട്ടെ. അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് ഇത് നല്ല സെറ്റപ്പ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും ഫുഡ് വന്ന് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. യെസ്, നമ്മുടെ ആട്ടുകാൽ സൂപ്പ് വന്നിട്ടുണ്ട്. അത് ആട്ടുകാൽ മാംസമില്ല. കാണിച്ച് നിന്റെ കാലം ഇവിടെ ഇന്ന് ഒടിഞ്ഞ കാല. ഇത് ആട്ടുകൊട്ടൊന്നുമല്ല. കുടിച്ചിട്ട് അഭിപ്രായം പറ, എങ്ങനെയുണ്ട്? ഭയങ്കര സ്പൈസിയാ. സൂപ്പ് നോർമൽ കറിയുടെ ഇതുപോലെ ഉള്ളൂ, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എൻ്റെ മട്ടൻ ബിരിയാണി വന്നിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട്, ആൻഡ് ദ മെയിൻ ഐറ്റം പ്രാവ് ഫ്രൈ, പിജിയൻ റോസ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ്. ഇതിന് മുന്നേ ഞാൻ പ്രാവ് കഴിച്ചിട്ടില്ല. പ്രാവും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഇത് പ്രാവിന്റെ കഴുത്തും ഒരു ചിറകുമാണ് ഗൈസ്. പ്രാവ് സ്നേഹികൾ എന്നോട് പൊറുക്കുക. പ്രാവ് സ്നേഹികൾ ഇതെല്ലാം കാണുന്നുണ്ടെങ്കിൽ വിഷമിക്കാതിരിക്കുക. ഇത് നമുക്ക് തിന്നാം. കൊള്ളാം. കാട ഫ്രൈ തിന്നുന്നവർ തന്നെ കുറച്ചുകൂടെ കട്ടി കൂടുതലാന്നേ ഉള്ളൂ. എല്ലാവർക്കും വിഴുങ്ങാം. നല്ല രസമുണ്ട്. കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നമ്മൾ 4 പേർ അവിടുന്ന് അത്രയും പെട്ടി വിഴുങ്ങിയപ്പോൾ നമുക്ക് എത്ര രൂപയായി? 1440 രൂപയായുള്ളൂ ഗൈസ്. എനിക്ക് അവിടുത്തെ സാധനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. അച്ചൂട്ടനും വർണ്ണയ്ക്കും അവർക്ക് അതിന്റെ ടേസ്റ്റ് അത്ര പിടിച്ചില്ല. എനിക്ക് ഷിജിനും എല്ലാ സാധനങ്ങളും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ ബില്ല് അടയ്ക്കുന്നത് സ്വീറ്റ് പാൻ കണ്ട് ഗൈസ്. ഇത് തിന്നാം. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇതിനകത്ത് അടയ്ക്കൊക്കെ കാണുമോ? സ്വീറ്റ് പാനിൽ അടയ്ക്കയില്ല. ബാ തിന്നാം. ഞാനും അച്ചൂട്ടനും വാങ്ങി ഗൈസ്. വർണ്ണയും ഷിജിനും വാങ്ങിയില്ല. അങ്ങനെ നമ്മൾ ഉച്ചയൂണും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മധുരയിൽ ബുക്ക് ചെയ്ത Airbnb-യിൽ വന്നു. നല്ലൊരു ഉറക്കം ഉറങ്ങി. 2-3 മണിക്കൂർ ഉറങ്ങി. അത് നല്ല സൂപ്പർ ഉറക്കം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറക്കം മര്യാദയ്ക്ക് പ്രോപ്പർ അല്ലാഞ്ഞതുകൊണ്ട് ഇവിടുത്തെ ബെഡ് നല്ല പഞ്ഞി പോലത്തെ ബെഡ് ആയതുകൊണ്ടും നല്ലവണ്ണം ഉറങ്ങാൻ പറ്റി. നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ ബാക്കി പരിപാടികൾ എന്താ? മധുരൈ ഫേമസ് ജിഗർദണ്ഡ കുടിക്കണം, മധുര മീനാക്ഷി ക്ഷേത്രം കാണണം. അതിനുവേണ്ടി പോവുകയാണ് ഗൈസ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന് കുറച്ചധികം റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണം എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുന്ന അത്രയും ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കാം ഗൈസ്. പിന്നെ നമ്മുടെ Airbnb-യിലെ അക്ക ഒരു സജഷൻ തന്നു. ഇവിടെ അലഗർസ് കോവിൽ എന്ന് പറഞ്ഞ ഒരു അമ്പലമുണ്ട്. കുന്നിന്റെ പുറത്താണ്. അവിടെ അതികാലൈ എണ്ണീറ്റ് പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുമെന്ന് അക്ക പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നാളെയില്ല, മറ്റന്നാൾ രാവിലെ അലഗർസ് കോവിൽ കാണാൻ പോകും. കാരണം നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് രാമേശ്വരത്ത് പോവുകയാണ്. രാമേശ്വരം കാണാൻ പോകുന്നുണ്ട്. നാളെ നമുക്ക് അലഗർ കോവിൽ കാണാൻ പറ്റില്ല. മറ്റന്നാൾ രാവിലെ നമ്മൾ അലഗർ കോവിൽ കാണുന്നു. അതിനുശേഷം ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ കൊടൈക്കനാലിന് പോകും ഗൈസ്. എൻട്രൻസിലേക്ക് മുഴുനീളൻ ക്യൂ കാണുന്നുണ്ട്. വലിയ ക്യൂ കാണുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം ക്യൂവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണെന്ന്. ഗൈസ്, നമ്മൾ കറങ്ങി തിരിഞ്ഞ് സൗത്ത് നടയിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ പണി നടക്കുന്നതിനാലും ഇരുട്ടായതിനാലും ഈ ഗോപുരത്തിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഒരുപാട് പ്രതിമകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗോപുരത്തിൽ നിറച്ച് പ്രതിമകളുണ്ട്. പക്ഷെ ഒരു പ്രതിമയും മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല. ഫുള്ള്
കവറായി ഇരിക്കുക. പകൽ എനിക്ക് തോന്നുന്നില്ല പകൽ വന്നാലും ആസ്വദിക്കാൻ പറ്റുമെന്ന്. ശരിക്കും ഫുള്ള് പ്രതിമകളും ഇങ്ങനെ കാണേണ്ട സാധനമാണ്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. നമുക്ക് പണിയൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വരാം. ഗൈസ്, സൗത്ത് ടവറിലും തിരക്കിന് യാതൊരു കുറവുമില്ല. ഇത് എന്താ അത് അണ്ണാ, ഇത് അതിൻ്റെ തലേ ചവിട്ടിയൊക്കെ പോകുന്നു. എന്തൊക്കെയാ കാണിക്കുന്നത്? അമ്പലത്തിൽ കയറാനുള്ള ആളുകളുടെ തിരക്കും അമ്പലം അടയ്ക്കുന്ന ടൈമിങ്ങും കൂടെ നമ്മൾ കൂട്ടി വായിച്ചിട്ട് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ക്യൂ നിന്നാൽ ഇന്ന് അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ ഇവിടെ വെറുതെ സ്ട്രീറ്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടെ മധുരൈ ഫേമസ് ജിഗർദണ്ഡ ഷോപ്പ് ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ജിഗർദണ്ഡ കുടിക്കാം. പിന്നെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഇവിടെ ഏറ്റവും കൂടുതൽ ഷോപ്പ് ഉള്ളത് സാരിയുടേതും പിന്നെ ഗോൾഡ് കവറിങ്ങിന്റേതും. കണ്ടമാന ഷോപ്പുകൾ ഇതാ ഇവിടെ മൊത്തം എന്താ അതുണ്ടോ, അവിടെ ഇവിടെ ഫുള്ള് ഗോൾഡ് കവറിങ്ങിന്റെ കടകള്. യെസ് ഗൈസ്, കിട്ടി. നമ്മൾ അന്വേഷിച്ചു വന്ന കട നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് മധുരൈ ഫേമസ് ജിഗർദണ്ഡ. ഗൈസ്, ഇവിടെ ജിഗർദണ്ഡയുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഞാനിത് വായിച്ചു നോക്കിയിട്ട് പറയാം. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1977 പുള്ളി ട്രോളിയിൽ തുടങ്ങിയ സംരംഭമാണ് ഇപ്പോൾ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ ഒരുപാടായിട്ട് നിൽപ്പുണ്ട്. അത്രേ ഉള്ള കഥ. ഇവിടുത്തെ മെനു കാണിച്ചു തരാം. ഇതാ, നമ്മളൊരു റെഗുലർ ജിഗർദണ്ഡയും ഒരു സ്പെഷ്യൽ ജിഗർദണ്ഡയും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് ഫർദർ ഓർഡർ ചെയ്യാം. ഇത് റെഗുലർ അല്ല, ഇത് സ്പെഷ്യൽ. ഇതിനകത്ത് എന്താ സ്പെഷ്യൽ ഉള്ള? മലായി. ഓക്കെ, ഇതിൽ മലായി ഉണ്ട് ഗൈസ്. എനിക്കിത് തമ്മിൽ വലിയ ഡിഫറൻസ് തോന്നിയില്ല ഗൈസ്. ഈ സ്പെഷ്യലും റെഗുലറിനകത്ത് എന്തൊരു ടെക്സ്ചർ വ്യത്യാസമുണ്ട് ഗൈസ്. ഇത് ജംബോ ജിഗർദണ്ഡ. ജംബോ ജിഗർദണ്ഡ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി വലിയ ജിഗർദണ്ഡ ഗ്ലാസ് ആയിരിക്കും. പക്ഷെ ഇത് വലിയ ജിഗർദണ്ഡ ഗ്ലാസ് അല്ല ഗൈസ്. സെയിം ഗ്ലാസ്സിൽ എന്തോ വ്യത്യാസമുണ്ട്. അടുത്തത് വന്നു ഗൈസ്, ഇത് നട്ട്സ് ജിഗർദണ്ഡ. ഇത് കാണാനൊരു ഫണ്ണുണ്ടല്ലേ ഗൈസ്. ജംബോ വലുപ്പത്തിലല്ല, ദി എമൗണ്ട് ഓഫ് ഐസ്ക്രീം. ഇതിൽ 2 സ്കൂപ്പ് ജിഗർദണ്ഡ ഐസ്ക്രീം ഉണ്ട്. നട്ട്സിനകത്ത് കുറച്ച് നട്ട്സ് എക്സ്ട്രാ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ ഗൈസ്. സാധനങ്ങളെല്ലാം ഒരേ ടേസ്റ്റ് തന്നെ, പക്ഷേ കൊള്ളാം, നല്ല രസമുള്ള ടേസ്റ്റ് ഗൈസ്. ഇവന്മാർ എന്നെ വീണ്ടും ഇത് ഓർഡർ ചെയ്ത് കഴിക്കാൻ സമ്മതിക്കുന്നില്ല. പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം പോലും. എനിക്ക് വീണ്ടും കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. യെസ്, കിട്ടി. 1/4 കിലോ ബട്ടറും 1 ഇമ്മിണി ബണ്ണും. തിന്നെ എല്ലാവരും തിന്നെ. റിയാക്ഷൻ ഇട്. സൗണ്ട് അല്ല, റിയാക്ഷൻ ആവണ്ടേ. തലയൊക്കെ ഇങ്ങനെ കുലുക്ക് പറഞ്ഞേ. ഐ ഹാവ് ഒരു ഒതന്റിക് ഡൗട്ട്. ഈ മധുരൈ ഫേമസ് ജിഗർദണ്ഡ ഇല്ലേ, ഇത് ആദ്യം തുടങ്ങിയപ്പോഴേ മധുരൈ ഫേമസ് ജിഗർദണ്ഡ ആയിരുന്നോ, അത് ഫേമസ് ആയി കഴിഞ്ഞിട്ടാണോ മധുരൈ ഫേമസ് ജിഗർദണ്ഡ ആയത്? അതോ ഇതിന്റെ ഓണർക്ക് ഇത് കണ്ടുപിടിച്ചപ്പോൾ ഇത് എന്തായാലും ഫേമസ് ആകും, ഇത് കുടിച്ചപ്പോഴേ ഓണർക്ക് ഇൻവെന്റ് ചെയ്ത ആൾക്ക് തോന്നിക്കാണ് ഇത് എന്തായാലും തൂക്കിയടിക്കും, അപ്പൊ ഇതിന്റെ പേര് ഫേമസ് ജിഗർദണ്ഡ എന്നാക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മട്ടൻ ഗ്രേവിയും ബൺ പൊറോട്ടയും ഗൈസ്. ഈ സാധനം മാറിപ്പോയി, നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല വന്നത്. ലുക്കിലെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, അങ്ങനെ ജിഗർദണ്ഡയും ബൺ പൊറോട്ടയും പിന്നെന്താ ബട്ടർ ബണ്ണും അങ്ങനെ കിട്ടിയ സാധനങ്ങളെല്ലാം വലിച്ച് വാരി തിന്ന് വയറെല്ലാം നിറഞ്ഞ് സെറ്റായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ നാളെ രാമേശ്വരം പോകാൻ പ്ലാൻ ഉണ്ട്. സോ നമ്മൾ മധുര മീനാക്ഷി ടെമ്പിൾ ദർശനം മറ്റന്നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ നമ്മൾ അതിരാവിലെ എണ്ണീറ്റ് എങ്ങോട്ട് പോകും? രാമേശ്വരത്തേക്ക് പോകും. രാമേശ്വരം കഴിഞ്ഞ് നാളെ തിരിച്ചു വന്നിട്ട് നാളെ നല്ലോണം റെസ്റ്റ് എടുത്തിട്ട് മറ്റന്നാൾ രാവിലെ മധുര മീനാക്ഷി ടെമ്പിളും കാണാൻ പോകുന്നതായിരിക്കും. ആൻഡ് ഇവിടെ മധുരയിൽ വന്നിട്ടുള്ള ഏറ്റവും സന്തോഷമുളവാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ച ഫുഡുകളൊന്നും തന്നെ പാളിയിട്ടില്ല. എല്ലാം സെറ്റ് സാധനങ്ങളായിരുന്നു. നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്. അക്കാര്യത്തിൽ മധുരയിൽ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം. കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബട്ടർ ബൺ. അതെ, സൂപ്പർ സാധനം അല്ലേ. ബട്ടർ തേച്ച് ചൂടാക്കി ഇങ്ങനെ അടിച്ചടിച്ച് ചൂടാക്കി ബട്ടർ ഇങ്ങനെ തുളുമ്പി വരും. അതെ 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 അതെ. പഞ്ചസാര ഇങ്ങനെ വിതറിയിട്ട് തരും ആ വാഴയിലൊക്കെ വെച്ച്. എന്ത് ഒതന്റിക് ടേസ്റ്റ് ആണ് അറിയാം. അതെ അതെ അതെ. നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇതോടുകൂടി അവസാനിപ്പിക്കാം. നാളെ ഓഫ് ടു രാമേശ്വരം പ്ലസ് ധനുഷ്കോടി. അപ്പൊ ശരി ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.